അനീഷിന്റെ അടുത്ത് കെണ്ടി കാണിച്ച് കെണ്ടി എന്തൊക്കെ കാണണം നിനക്കൊക്കെ എന്തൊക്കെ കാണണം. നന്മ കൊട്ടമേ. എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് അടിക്കാനും എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഈ RJ ബിൻസിയെ പോലുള്ള കാട്ടകളെ നമുക്ക് ആക്കണം. അതുപോലെ തന്നെ കപ്പ് അനുമോൾക്ക് 100% ഉറപ്പിച്ചു കഴിഞ്ഞ സുഹൃത്തുക്കളെ, ഇനി അതേയും മീതി കപ്പ് വേറെ ആർക്കെങ്കിലും കിട്ടിയാൽ ലോകത്തിൻ ഗതി അറിയാതെ മറ്റേന്റെ ഇട അറിയാതെ ഒന്നിച്ചൊരു 100 ദിനങ്ങൾ അവിടെ ഇവിടെയും തുള്ളിക്കളിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന നമ്മുടെ ബിഗ് ബോസ് എണ്ണന്റെ ഒരു വിളയാട്ടമായിട്ട് അങ്ങോട്ട് കണ്ടാൽ മതി. നമ്മുടെ അക്ബർ ഊട്ടനെല്ലാം ബിഗ് ബോസ് കപ്പെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പിച്ചോ ഇത് ലാലമ്പളി നടന്നിട്ടുണ്ടെന്ന്. എന്തായാലും ബാക്കി ആദ്യമേ അങ്ങ് തുടങ്ങാം. പ്രൊമോ കണ്ടാണല്ലോ, കണ്ടവർ ഒന്നുകൂടി കണ്ടേക്ക്. ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, ഒന്നുകൂടി കണ്ടേക്ക്. നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ എക്സ്പോസ് ചെയ്യാനായിട്ടുണ്ട്. കഴിഞ്ഞവർക്ക് തമാശ അല്ലല്ലേ, നിനക്കൊക്കെ കാണിക്കാലോ. കാണുന്നവർക്ക് തമാശ അല്ലല്ലോ. എനിക്കിത് രോമാഞ്ചം കൊണ്ടിരിക്കാം വയ്യന്നെ. പോയിരിക്കുന്നതും കൈ പിടിച്ചിട്ട് ഒരാളെ കൈ പിടിക്കണമെങ്കിൽ ഞാനൊന്നും പറയണില്ല. ഞാൻ 18+ 20+ ഒക്കെ ആയിപ്പോ. ഞാൻ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ കൈ പിടിക്കാൻ പറ്റിയ സ്ഥലത്ത് തന്നെ നല്ല സ്ഥലത്തോടെ വന്നിട്ട് നിനക്ക് കൈയും കാലും പിടിക്കുന്നത്. ആ ആഴ്ചയിൽ അപ്പാന് പോയത് കൊണ്ട് അവിടെ അന്ന് രക്ഷപ്പെട്ട്. അല്ലെങ്കിൽ അഗ്മാനിയുടെ കുടുംബ ബന്ധം തകർന്ന് തരിപ്പണായ തന്നെ ബിൻസിയും കുൻസിയും മൻസിയും. നന്മയുടെ പാതയിലൂടെ ഒഴുകി നടക്കുന്ന അതില ഞാൻ വിചാരിച്ചില്ല നീ ഇങ്ങനെ ഒരു വാക്ക് പറയുന്നു. നീ പിന്നെ എന്നാ കോപ്പാടി വിചാരിച്ച? നീ പറഞ്ഞത് കേക്കട്ടെ, കേൾപ്പിച്ചിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോണോളൂ. നുണച്ചി നിന്റെ കൂടെയുള്ള നിന്റെ കൂട്ടുകാരിയില്ലേ നിന്റെ സഹി അല്ലേ, നീ പറയുന്ന കേൾക്കാൻ ചിലപ്പോൾ ഭർത്താവാണെന്നും മറ്റവള് ഭാര്യയാണെന്നും നീ ഭാര്യയാണെന്നും അവള് ഭർത്താവാണെന്നൊക്കെ ഇരുന്ന് പറയുന്നതാണ്. അവള് നുണച്ചിയായിരിക്കും, അനുമോള് നുണച്ചില്ല. നിന്റെയൊക്കെ കൂടെ നിൽക്കുന്ന എല്ലാ എണ്ണം സകലമാന സാധനം നുണയുടെ പെരുമഴ കാലവുമാണ്. പക്ഷെ അനുമോള് നുണച്ചില്ല. പിന്നീന്ന് ആരും കുത്തിയിട്ടില്ല. ഇത് രണ്ടോളം ചെയ്തിട്ടില്ല. ചെയ്യാത്തടത്തോളം സപ്പോർട്ട് ചെയ്യും. വിട്ടുതനം പൊട്ടത്തനം ഒക്കെ കാണിക്കും. പിന്നെ ചെറിയ കിച്ചണില് മറ്റേ ഫുഡിന്റെ കേസിലൊക്കെ ചില കാര്യങ്ങൾ എനിക്ക് വിയോജിപ്പുണ്ട്. ഞാൻ അത് തുറന്ന് പറഞ്ഞിട്ടുമുണ്ട്. അല്ലാണ്ട് നിന്നെയൊക്കെ പോലെ നുണച്ചിയും മറ്റേ അപരാധങ്ങളും കാണിച്ച് നടന്ന് ഒരു ഷോയ്ക്കകത്ത് വന്നിട്ട് മറ്റേ നിനക്കൊക്കെ 100 ദിവസം പിടിച്ച് നിൽക്കാൻ പറ്റാണ്ട് കുത്തിക്കഴപ്പുകൾ കാണിക്കുന്ന പരിപാടിയൊന്നും അവള് ചെയ്യുന്നില്ല. അവള് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടും അതുപോലെ നല്ല അടിപൊളി സ്വഭാവമായിട്ടാണ് അവിടെ പോകുന്നത്. കഴപ്പുകളും കാണിച്ച് അതുപോലെ ഈ കുത്തിത്തിരിപ്പും മറ്റേ മറിച്ച പരിപാടികളൊന്നും അവൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. ഇനി അവളിപ്പോൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ കൂടി ചൂണ്ടിക്കാണിക്കും. പക്ഷെ പോട്ടെന്ന് ഒന്ന് വിടാം. അങ്ങനത്തെ തെറ്റേ അവൾ ചെയ്യത്തുള്ളൂ. നിസ്സാര കാര്യങ്ങൾ നിന്നെയൊക്കെ പോലെ കാട്ടവരാധങ്ങൾ അവള് കാണിക്കാൻ പോകുന്നില്ല. പോട്ടെ. ചെറ്റ വെച്ചാൽ നീ പറഞ്ഞു എന്ത് ഗീരൊത്തെടുത്തടിക്കും. ഓടി ഒന്ന് ചുമ്മാടന്ന് വായത്താളടിക്കും. ചെറ്റ മഞ്ഞ ഞാൻ അയ്യോട്ടോ. എങ്കിൽ ഞാൻ പറയണ നീ ഒന്ന് വന്ന് എന്നെ കൈവൈ. നീയും അപ്പാനെയും കൂടി കാണിച്ചത് നമ്മൾ കാണും മുന്നേ നിന്റെ കൂടെ ഉള്ളവർ കണ്ട് അവിടെ ചർച്ച നടത്തിയിരുന്നു. അത് മക്കള് പുറത്തു വന്നിട്ട് കണ്ടില്ലല്ലേ. മക്കൾക്ക് ഇനി പുറത്തു വരുമ്പോ അത് കാണാം. അതിനുള്ള വകുപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നിന്റെ കഴിവ് കേടമുണ്ടാ അവളവിടെ ഇരിക്കുന്നത്. നിനക്ക് കഴിവില്ലാത്തതുകൊണ്ട് അവൾക്ക് കഴിവുള്ളത് കൊണ്ടാണ് അവിടെ ഇരിക്കുന്നത്. മനസ്സിലായ? നിനക്ക് അത്രയ്ക്കും കഴിവുണ്ടായിരുന്നെങ്കിൽ നീ അങ്ങ് മലത്തിൽ കളയാത്തത്. അയ്യോ, നിനക്ക് എന്നാ കഴിവ് ഇരുന്ന് പട്ടി ഷോ മാത്രം ഉണ്ടായിരുന്നു. അല്ലാണ്ട് നിനക്ക് എന്നാ കഴിവുണ്ടായിരുന്നു? ഒരു തേങ്ങയുമില്ല. ഇവിടെ എല്ലാം കൂടി വളഞ്ഞിട്ട് ഒരുത്തി ആക്രമിക്കുന്നത് ചങ്കൂറ്റല്ല. പറ്റുമെങ്കിൽ ഒറ്റക്കെട്ട് കടിക്കാൻ നോക്ക്. പിന്നെ അവളുടെ ഭാഗത്ത് സത്യമുള്ളത് കൊണ്ട് തന്നെ അവള് സ്റ്റേണായിട്ടിരിക്കുന്നു. നീയൊക്കെ ഇത് തേങ്ങ പറഞ്ഞുകൊണ്ട് പോകും. അടുത്താണ് കോമഡി. RJ ബിൻസിയും അപ്പാനി ശരത്തും കൈപിടിച്ചിരുന്നപ്പോൾ നിങ്ങൾക്കൊക്കെ എന്നാ തോന്നി? നുണച്ച് നിന്റെ നിന്നും ഇത്തരം ചെറ്റവർത്തമാനം ഞാൻ പ്രതീക്ഷയില്ല. അതില മറ്റേ ശൈത്യം എല്ലാം കൂടിയൊക്കെ ഭയങ്കര പോരാട്ടമായിരുന്നു. അനുഭവങ്ങളാണ്. കള്ളി നിന്റെ വായിന്ന് ഇങ്ങനത്തെ വർത്തമാനം ഒന്നും ഉണ്ടായിട്ടില്ല അല്ലേ. ഈ ശൈത്യാണ്, ഈ കട്ടപ്പ ശൈത്യാണ്. ആര് ശൈത്യ? കട്ടപ്പ ശൈത്യാണ് ഈ സാധനം ആദ്യമായിട്ട് തുടങ്ങി വച്ചിട്ടുള്ളത്. ഇവളാണ് ആ ഹൗസിന്റെ അകത്ത് ബാക്കിയുള്ളവരിലേക്ക് ഈ സാധനം ഇട്ടുകൊടുത്തത്. ഇവളും ആദിലയും ചേർന്ന്. കാണണോ? കാണിക്കാം. അനുമോളുടെ പേജിൽ തന്നെ സാധനം വന്നിട്ടുണ്ട്. എങ്കിലൊന്ന് കണ്ടേക്ക്. എനിക്ക് ഭയങ്കര ഒരു കുളിർമ ഫീൽ ചെയ്ത്. അപ്പാണിക്കിട്ടൊരു വലിയൊരു അടി കിട്ടാനുള്ള ഞാൻ സ്വന്തം
പപ്പാവ് കുത്തു ഒല്ലു അഴു കുട്ടാളോ നോട്ടല്ലേ പക്ക് പക്ക്. അനുമോള് അപ്പോഴും ഇവളുടെ പിറകെ നിന്ന് കേട്ടോണ്ടാണ് നിൽക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഷാനവാസ് അപ്പോഴും വാവളന്നിരിക്കുന്നുണ്ട്. അപ്പാനി ബിൻസിയായിട്ട് ഇവളാണ് ഈ സാധനം അതിന്റെ അകത്ത് കൊണ്ട് ആദ്യം ഇട്ടത്. എന്നിട്ട് അടുത്ത് കേട്ടോണ്ടിരിക്കുന്ന ആദില, നിനക്കൊക്കെ നാണമില്ലേടി നാറികളെ, അന്ന് ഇതൊക്കെ പ്രതികരിക്കാണ്ട് കേട്ടോണ്ടിരുന്നിട്ട് ഇന്ന് അത് അനുമോൾ എടുത്ത് കൈ പിടിച്ചിരുന്നതിനെ പറ്റി പറഞ്ഞപ്പം അത് പറയിപ്പിച്ചപ്പോ നിനക്കൊക്കെ എല്ലാം കൂടി വളഞ്ഞിട്ട് അവളെ ആക്രമിക്കണല്ലേ കൂതറകളെ. പിന്നെ നിന്നെയൊക്കെ അല്ലാണ്ട് എന്നാ പറയാനാ? ഇതിന്റെ പേരിൽ നീയൊക്കെ ചിലപ്പോൾ കേസ് കൊടുക്കും, ഞാൻ കയറി ഇറങ്ങി ഞരങ്ങും, എങ്കിലും എനിക്ക് കുഴപ്പമില്ല. പറയാനുള്ള പറഞ്ഞ എന്റെ മനസമാധാനം എന്നുള്ള സാധനം എനിക്കാണ്, എനിക്കത് മതി. ബിൻസിനെ ഇപ്പം ഒരു കോംബോ കളി കളിക്കുന്നുണ്ട് ഇപ്പൊ. കോംബോ കളി അല്ലേ? കോംബോ കളി. നിനക്കൊക്കെ കോംബോ കളിച്ചത് പറയാനറിയാം. അത് അനുമോൾ എടുത്തിട്ടപ്പോ വളഞ്ഞിട്ടായി കള ഇരിക്കുകയാണെങ്കിൽ ഇതൊക്കെ കാണുമ്പം റൊമാൻറ്റിഫിക്കേഷൻ. വാ ശ്രദ്ധിച്ചോക്ക. നിന്റെ സഖി മറ്റവള് നുടച്ചി കള്ള മറ്റവള് അവളെ വേറെന്തോ നൂറ അവളിരുന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നിന്റെ അണ്ണാക്കി പിരിവെട്ടിയാ നീ മറ്റവളൊക്കെ നുണച്ചിന്ന് വിളിച്ചല്ലോ. നിന്റെ അണ്ണാക്കി പിരിവെട്ടിയാടി അതിലെ വിഷമാണ് നീയൊക്കെ. വിഷങ്ങള്, കാട്ടുവിഷങ്ങള്. എനിക്ക് ചൊറിഞ്ഞു പറഞ്ഞ പച്ചത്തെറിയന്റെ വായി വരുന്ന. ഇനി ശ്രദ്ധിച്ചോ നിന്റെ മറ്റവള് ശൈത്യ. എനിക്കവിടെ ലാലേട്ടാ ഇനി ഇക്ക ശ്രദ്ധിച്ച് ബേസിക്കലി വേഷ ജന്തുക്കൾ സാമാനങ്ങൾ എവിടെന്ന് വന്നെന്ന് പോലും എനിക്കറിയത്തില്ല. കോപ്പുകൾ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു വേഷങ്ങള്, കാട്ടുവേഷങ്ങൾ. എടാ അപ്പാനിടാ വേട്ടവാളെ, നീ ഇതും പുറത്തിറങ്ങിയിട്ട് കണ്ടില്ല? ഇതൊന്നും നീ കണ്ടില്ലല്ലേ? നിന്റെയൊക്കെ കൂടെ ഉണ്ടാകുന്ന സാധനങ്ങളാണ് പറഞ്ഞത്. ഇന്ന് അനുമോള് പറഞ്ഞപ്പോൾ നിനക്കൊക്കെ കൊണ്ട് മനഃപൂർവ്വം നീയൊക്കെ കച്ചകെട്ടി വന്നതാ. ഒരുമിച്ച് പുറത്തുനിന്ന് പ്ലാൻ ചെയ്ത് അകത്ത് വന്ന് അനുമോളെ ആക്രമിക്കാം എന്നുള്ള ഒരൊറ്റ അജണ്ടയുടെ പുറത്ത് നീയൊക്കെ വന്നതാണ് അപരാധികള്. എന്തോ സംഭവം ഉണ്ട്. നിന്റെ ബുദ്ധി എടി മാമ്പുള്ളിക്കാവിലെ നീ എന്നാണ് ഈ പറഞ്ഞ നുണച്ചി മറ്റോളെ പറഞ്ഞതല്ലേ? നിന്റെ അണ്ണാക്കി പരിവെട്ടുന്ന സാധനമാണ് എനിക്കിപ്പോ കിട്ടിയിട്ടുള്ളത്. ഇത് അനുമോളുടെ ഒഫീഷ്യൽ പേജിൽ ഈ സാധനം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലീസ് ലീവ് അനുമോൾ അലോൺ. വെറുതെ വിടാ പാവത്തിന്. നിന്റെയൊക്കെ കാട്ടവരാതം പോലത്തെ വിഷച്ചിന്തകൾ അവൾക്ക് ഇല്ലാതെ പോയി. അവൾ അതുകൊണ്ട് ഈ സമൂഹത്തിൽ നല്ലോണം ജീവിക്കാൻ അവൾ പഠിച്ചു. അവൾ ജീവിക്കുന്നുണ്ട് അടിപൊളിയായിട്ട്. നിന്നെയൊക്കെ പോലുള്ള മക്കള് മതിയല്ലോ ഈ നാട് കുട്ടിച്ചോറാവാൻ. അപരാധികളെന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടപരാധികൾ, അല്ലാണ്ട് എന്നാ പറയാനാ? ഓരോരുത്തരുടെ ഉള്ളിലുള്ള വിഷങ്ങൾ തുപ്പുന്നത് കണ്ടില്ലേ? ഇവിടെയൊക്കെ എവിടെയെങ്കിലും പോയി ഗുണം പിടിക്കുമോ? ഇവിടെയൊക്കെ സുഹൃത്തായിട്ട് കൂടെ കൂട്ടാൻ കൊള്ളാവോ? ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഇവിടെ നല്ലൊരു സുഹൃത്താക്കാൻ പറ്റിയ ഏക ക്വാളിറ്റിയുള്ള, സീരിയസ്ലി പറയാൻ 100% 916 ക്വാളിറ്റിയുള്ള അനുമോള് മാത്രമാണ്. ആരെയും അവള് പിന്നീട് ഇന്നേ വരെ കുത്തിയിട്ടില്ല, കുത്തിത്തിരിപ്പ് ഉണ്ടായിട്ടില്ല. കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കൾ തെറ്റ് ചെയ്താൽ പോലും അവള് ഈ ഒരു സെറ്റപ്പിൽ നിൽക്കുക, അല്ലെങ്കിൽ വായി പൂട്ടി നിൽക്കും. അങ്ങനത്തെ ഒരു രീതിയാണ് അനുമോളുടെ രീതി. കൂടെ വിശ്വസിച്ച് നിൽക്കുന്നവർക്ക് അവളെന്നും വിശ്വസ്തത ഉള്ളവളായിരിക്കുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. സീരിയസ്ലി ഒരാൾക്ക് ഇതുപോലത്തെ ഒരു ക്വാളിറ്റിയുള്ള ഫ്രണ്ടിനെ കിട്ടണം. കാരണം നമ്മുടെ നെഗറ്റീവും പോസിറ്റീവും മനസ്സിലാക്കി നമ്മോടൊപ്പം നിൽക്കുന്ന നല്ലൊരു സുഹൃത്ത്, അതാണ് ഈ അനുമോളിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. നമ്മൾ തെറ്റ് ചെയ്താൽ പോലും ചിലപ്പോൾ പറയത്തില്ല, അതും നമ്മുടെ ഫ്രണ്ടല്ലേ എന്നുള്ള രീതിയിൽ നിൽക്കും. പിന്നീട് കുത്തിത്തിരിപ്പില്ല. ഇവിടെ നിന്നിട്ട് അപ്പുറത്ത് പോയിട്ട് പറയൂല മറ്റേ പരദൂഷണ സാധനം. ഇവളാണ് പെണ്ണ്. സത്യം പറഞ്ഞാൽ ഇവളാണ് പെണ്ണ്. അല്ലാണ്ട് ഈ വിഷജന്തുക്കളല്ല. ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവന്മാരെ കുത്തിത്തിരിപ്പിന്റെ ആശാത്തിമാരും കട്ടപ്പകളുമാണ് ഇതൊക്കെ. എനിക്കാണെങ്കിൽ ഇത് കണ്ടപ്പോൾ തന്നെ പെരുത്ത് കയറണം. ലക്ഷ്മി പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് കേട്ടോ, കേട്ടു നോക്കാം.
PR വർക്കാണ് ഇപ്പോൾ ചെയ്യുന്നത് തോന്നുന്നുണ്ട് ബിഗ് ബോസിൽ. PR വർക്കുകളുണ്ട്. PR എന്ന് പറഞ്ഞാൽ മോശമായിട്ടുള്ള കാര്യമല്ല. കണ്ടസ്റ്റൻസിന്റെ ഇഷ്ടമാണ് എടുക്കണോ വേണ്ടതെന്നുള്ളത്. ബേസിക്കലി നമ്മുടെ ഇമേജ് എന്താണെന്നുള്ള പുറത്തോട്ട് പോകുന്നത് മാത്രമാണ് PR കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേട്ടല്ലേ, ഇതൊക്കെ ആരോടെ പറയാൻ വിളിക്കും പറഞ്ഞില്ല. പറ ലക്ഷ്മി എന്നെ പറ. കംപ്ലീറ്റ്ലി പ്രേക്ഷകരുടെ വോട്ട്സ് ചെയ്ത് PR കൊടുത്തു അല്ലെങ്കിൽ ഒരു കമന്റ് കണ്ടു അങ്ങനെ വെച്ചിട്ടല്ല. എല്ലാവർക്കും ചിന്തിക്കാം, തന്നെ ചിന്തിച്ചിട്ട്. ഈ കട്ടപ്പ ശൈത്യ, ആദില, അതുപോലെ ബിന്നി, ഇതിനെയൊക്കെ എൻ്റെ കയ്യിൽ കിട്ടണം ഇന്റർവ്യൂല്. അടുത്ത സീസൺ മുതൽ ഇന്റർവ്യൂ സമയമ്പം ഏഷ്യാനെറ്റ് എന്നെ വിളിച്ചെടുത്ത് ഇതുപോലത്തെ കാട്ടവരാതികളാ മതി. എനിക്ക് അല്ലാത്ത മാന്യമായിട്ടുള്ളവരൊന്നും വേണ്ട. എനിക്കിതിനെയൊക്കെ കിട്ടണം. ഈ ശൈത്യ ആയാലും ബിന്നി ആയാലും ആദിലായാലും മറ്റവൾ RJ ബിൻസി, ഇതിനെപ്പോലത്തെ സാധനങ്ങൾ എൻ്റെ കയ്യിൽ ഇന്റർവ്യൂവിൽ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം എനിക്ക് കേസ് വരും കേട്ടോ. ആ രീതിയിലായിരിക്കും എൻ്റെ വിഷയം അവിടെ നടക്കുന്നത്. എനിക്ക് അത്രയ്ക്ക് പൊട്ടിയിടെ. വേറെ ഒന്നല്ല, ഇമോഷണലി ഷോ ആയിട്ട് വളരെ കണക്റ്റ് ആയി പോകുന്നു. കണ്ട് കണക്റ്റ് ആയി പോകുന്നു. ആ സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ അടിച്ച് കവാലം കയറാൻ തോന്നുന്നു. അത് എൻ്റെ തെറ്റാണ്. നിങ്ങൾ പറ. ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം. ഇപ്പോൾ PR-ന്റെ ബേസിസിലാണ് എല്ലാം എന്ന് പറയാൻ പറ്റില്ല. ഹോട്ട്സ്റ്റാറിൽ ഒരു വോട്ടാണ് ചെയ്യാൻ പറ്റുന്നത്. ഇതിപ്പോൾ 24/7 ലൈവ് എല്ലാവരും ചിലപ്പോൾ കാണണമെന്നില്ല. ആ ഒരു എപ്പിസോഡിന്റെ മാത്രം ബേസിസിലല്ലാതെ PR-കളും കമന്റുകളും നേരിട്ടായിരിക്കും ചിലപ്പോൾ ആൾക്കാർ തീരുമാനത്തിലോട്ടില്ല. ഇൻഫ്ലുവൻസിംഗ് അല്ലാതെ ഞാൻ പറയുന്നില്ല. ബട്ട് എഗെയിൻ PR-കളുടെ ഒരു വലിയ ഇതാണെന്ന് പറയുന്നില്ല. ജനങ്ങളുടെ ഇതനുസരിച്ചാണ് ഇലക്ഷനും കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. കേട്ടല്ലോ, വിവരമുള്ളവർ പറയണത് ആദ്യം മനസ്സിലാക്കണം. കുറേ എണ്ണം വന്നിട്ട് പറയണം RJ ബിൻസി മറ്റേ കുറെ സാധനങ്ങൾ PR അവളെ അമ്മച്ചിയുടെ വീട്ടിൽ നിന്നല്ലേ PR-നെ എടുത്തോണ്ട് വെച്ചോണ്ടിരിക്കുന്നത്. ഇനി വേറെ പോസ്റ്റ് ചെയ്യാനൊന്നും കൊടുക്കാം. അക്ബറിന് വേണ്ടി ബിഗ് ബോസും ഒരാഴ്ച മുന്നേ മത്സരാർത്ഥികളെ കയറ്റിവിട്ട് അക്ബർ ബിഗ് ബോസിന് ഉള്ളിൽ നിൽക്കുമ്പോൾ പുറത്ത് എങ്ങനെ ഒരു ഓഡിയോ ലോഞ്ച് എന്തിനു നടത്തി? ഇത് നാറിയ കളി. എന്തിനാണ് ഇങ്ങനെ ജയിക്കുന്നത്? അതെ, മുൻ മത്സരാർത്ഥികൾക്ക് ക്യാഷ് കൊടുത്തിട്ട് ഉള്ളിലേക്ക് വിട്ട് അവിടെയുള്ള മത്സരാർത്ഥികളെ മോശമാക്കി അക്ബറിനെ വിജയിയാക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ പോസ്റ്റ് സത്യമാണോ കള്ളമാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അവസാന ഘട്ടം എത്തിയപ്പോൾ അക്ബറൂട്ടനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടെല്ലാം കെട്ടിയെടുത്തതുപോലെ എനിക്കും ഒരു തോന്നിയിട്ട് സീരിയസിൽ പറയാം. എന്തോ എനിക്ക് അങ്ങനെ ഒരു അജണ്ട കീപ്പ് ചെയ്യുന്ന പോലെ തോന്നുന്നു. പക്ഷേ ഞാനിവിടെ ഉള്ളിടത്തോളം കാലം ഇനിയിപ്പോൾ നമുക്ക് കപ്പ് കിട്ടിയില്ലെങ്കിൽ കൂടി സപ്പോർട്ട് മാത്രമേ ചെയ്യത്തുള്ളൂ. അവൾ ജെന്യൂനാണ്. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞതുപോലെ നല്ലൊരു സുഹൃത്തായിട്ട് കൂട്ടാൻ പറ്റിയൊരു പെണ്ണാണ് അനുമോളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കി എല്ലാം വശമാണ്. ഇപ്പൊ അനീഷ ആയാലും എനിക്കിപ്പോൾ ആരെയും യോജിപ്പൊന്നുമില്ലടേ, എല്ലാം കണക്കാ. ഇതൊക്കെ നേരത്തെ എവിക്റ്റായി പോയതിന്റെ ഫ്രസ്ട്രേഷൻ ആണ് ഈ ബാക്കിയുള്ള സാമാനങ്ങൾക്ക്. അതുപോലെ തന്നെ ഇവളുമാരും ഓന്മാരും ഒക്കെ എന്തുകൊണ്ട് ഇപ്പൊ പുറത്ത് നേരത്തെ പോയെന്ന് ആദ്യം ഒന്ന് ചിന്തിക്കേണ്ടതായിരുന്നു. പുറത്ത് പോയപ്പോൾ അനുമോക്കുള്ള സപ്പോർട്ട് കണ്ടപ്പോൾ കൂരുപൊട്ടിയിരിക്കുകയാണ്. ഇനി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവളുടെ തലയിൽ അടിച്ചിട്ട് കൊടുത്ത് അവളെ ഒരു വഴിയാധാരാക്കാനുള്ള അജണ്ടയും വാങ്ങിക്കൊണ്ട് കീപ്പ് ചെയ്തുകൊണ്ട് വന്നിരിക്കുകയാണ്. ഓരോ പൂമാനമേ ഒരു താമര പൂ കാവിൽ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യാം. എനിക്ക് ഇത്രയും മതി. എൻ്റെ ഒരു മനസ്സിന് സമാധാനം കുറച്ച് കിട്ടി. പുതിയൊരു വീഡിയോ ആയിട്ടാണ്.